ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതമന്യയുമായി ദൈവജനത്തോടൊപ്പമായിരിക്കാൻ കൃപ തന്ന കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ പ്രഭാതത്തില് ദൈവത്തിന് തൻ്റെ തിരുവചനത്തിൽ നിന്ന് മന്നയായി നമുക്ക് ലഭിക്കുന്നതായ ആ വലിയ പ്രത്യാശയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പ്രഭാതത്തിന് മന്നയായി ലഭിച്ചിരിക്കുന്ന വചനഭാഗം 2 പത്രോസ് 1 അധ്യായം അതിന്റെ 10ഉം 11ഉം വാക്യങ്ങളെ ആധാരമാക്കിയാണ്. അത് ഇപ്രകാരം പത്രോസ് അപ്പോസ്തലൻ ഈ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവ്, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ ഒരു ദൈവ പൈതലിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷ, അതിനെക്കുറിച്ചുള്ളതായ ചിന്ത, അതിനായിട്ടുള്ള ജീവിതം, അതിനായിട്ടുള്ള പ്രത്യാശ, അതിനായിട്ടുള്ള വിശ്വാസം, ഇതൊക്കെയാണ് ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഭരിക്കുന്നതായ കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇന്ന് നാം കാണുന്ന ഈ ലോകമെന്ന് പറയുന്നത്, ദൈവത്തിന്റെ ദാസനായ പത്രോസ് പറയുന്നത്, ഈ ലോകം തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുക, ഇത് അഴിഞ്ഞു പോവുകയാണ്, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും എന്നെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്, ഈ ലോകത്തിന്റെ കാര്യാദികളിൽ നാം പെട്ടുഴലുവാനല്ല ദൈവം നമുക്ക് വേണ്ടി പദ്ധതിയിട്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ട ലോകത്തെ നേടുവാൻ സ്വർഗം തന്നെ ഇറങ്ങി വന്ന് രക്ഷിച്ച ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്തായ സ്നേഹത്തിന്റെ കൂട്ടാളികളാകുവാൻ നമുക്കായി ഒരുക്കുന്ന ഇടത്തേക്ക്, സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുക. ആ സാധ്യമാക്കുവാനാണ് കർത്താവ് വന്നത്, നമ്മെ വിളിച്ചത്. ഇനി നമുക്കൊരു തെരഞ്ഞെടുപ്പ് വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ തെരഞ്ഞെടുപ്പില് നമുക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ പ്രവർത്തികൾ കറപുരണ്ട തുണി പോലെയാണെന്ന് യെശയ്യാവ് പറയുമ്പോൾ, എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ വീണ്ടും ജീവിപ്പിച്ചിരിക്കുന്നതിന്റെ, വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക, സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പം തന്റെ ശിഷ്യന്മാരുമായിട്ട് ഉപമകളാൽ പ്രസ്താവിച്ചതായ അതിമനോഹരമായ ഒരു ഉപമയുണ്ട്. കല്യാണ സദ്യക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ട ഒരു ഉപമ. അതായത്, ഒരു വലിയ മനുഷ്യന്റെ മകന് കല്യാണമാണ്. ആ വിവാഹത്തിന് ധാരാളം പേരെ, പ്രധാനികളായെന്ന് തോന്നിയവരെ ഒക്കെയും ക്ഷണിച്ചെങ്കിലും അവർക്കാർക്കും പലതരം കാര്യങ്ങളുള്ളതുകൊണ്ട് ആ കല്യാണത്തിന് വരാനായിട്ട് ഇടതടവ് പറഞ്ഞ് അവർ മാറുകയാണ്. എന്നാല് കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറയണം, ധാരാളം പേര് കടന്നു വരണമെന്ന് ആഗ്രഹിച്ച യജമാനൻ തന്റെ വേലക്കാരെ വേലിത്തലയ്ക്കലും വഴിയരികിലും ഒക്കെ നിന്നവരെ വിളിച്ചുകൊണ്ട് വരുവാൻ തക്കവണ്ണം അയക്കുകയാണ്. അങ്ങനെ അവര് പോയി ആ വേലിത്തലയ്ക്കലും വഴിയരികിലും ഒക്കെ മെനക്കെട്ട് നിന്നവരെ എല്ലാം കല്യാണശാലയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം പോയി അവർ കടന്നു വരുമ്പോൾ, ആ വിളി കേട്ട് കടന്നു വരുന്നവർക്ക് ഒരു കാര്യം മാത്രമാണ് അവർക്ക് തെരഞ്ഞെടുക്കുവാൻ, അല്ലെങ്കിൽ കല്യാണശാലയിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം മാനദണ്ഡമായിട്ട് കൊടുത്തത്. അതായത്, അതിന്റെ എൻട്രൻസിന്റെ അവിടെ ഇരിക്കുന്ന കല്യാണ വസ്ത്രം ധരിക്കണം. കല്യാണ വസ്ത്രം ധരിക്കാതെ ആ വിരുന്നുശാലയിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ആ ഒരൊറ്റ കാര്യമാണ് അവർക്ക് ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാല് ആ കല്യാണ വസ്ത്രം ധരിച്ച് വിരുന്നുശാലയിൽ വന്നവരുടെ കൂട്ടത്തിൽ കല്യാണ വസ്ത്രം ധരിക്കാതെ ഇരുന്ന ഒരു വ്യക്തിയെ തിരിച്ചറിയുകയും അവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളുകയും ചെയ്തു എന്നുള്ളതായ ആ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ തക്കവണ്ണം ഏറ്റവും അധികമായിട്ട് നമ്മുടെ ഈ ജീവിത സമയത്ത് മാത്രമേ സാധിക്കത്തുള്ളൂ. അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 1 അനുസരണം, 2 വിശ്വാസം. നമുക്ക് കർത്താവിലും അവന്റെ രാജ്യത്തിലും അവിടുത്തെ വരവിലും വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ
അവിടുത്തെ പോലെ ആയി ആ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യതയിൽ ജീവിക്കുവാൻ സാധ്യമുള്ളൂ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക. എൻ്റെ പിതാവ് എനിക്ക് തന്ന കൽപ്പനകൾ ഞാൻ അനുസരിച്ചതുപോലെ നിങ്ങളും അനുസരിക്കണം. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം മാനവകുലത്തിന് കാണിച്ചു തന്നത് ഒരു മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിന്റെ ഇഷ്ടത്തിന് അനുരൂപരായിട്ട് ജീവിക്കാം എന്ന് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. യേശുവിന്റെ ഭാവത്തിലേക്കും സ്വഭാവത്തിലേക്കും നാം ആയിത്തീരുമ്പോഴാണ് ആ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് അധികമായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഉറപ്പാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. കർത്താവിന്റെ സ്വഭാവം അത് നമ്മുടെ സ്വഭാവമായി തീരണം. എങ്ങനെയാണ് കർത്താവിന്റെ സ്വഭാവം എന്ന് പറയുന്നത്? അത് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഒരു ആരെയും കുറ്റം വിധിക്കാതെ, നമുക്കറിയാം വ്യഭിചാരികളെ കൊണ്ടുപോയി, ഒരു വ്യഭിചാരിണിയെ കൊണ്ടുവന്ന് കുറ്റം വിധിക്കുവാൻ തക്കവണ്ണം കൊണ്ടുവന്ന അവരെ പോലും കർത്താവ് എന്ത് ചെയ്തില്ല? കുറ്റം വിധിക്കാതെ ഇനിമേൽ പാപം ചെയ്യരുതെന്ന് അവരെ ശാസിച്ച് പറഞ്ഞു വിടുകയാണ്. അതുപോലെ കൂടെ കൊണ്ടുവരുന്നവരുടെ സ്വഭാവവും കർത്താവിനറിയാം. ആ കുറ്റം വിധിക്കപ്പെട്ടവരുടെ സ്വഭാവവും കർത്താവിനറിയാം. അപ്പൊ നമുക്ക് മറ്റൊരാളെ കുറ്റം വിധിക്കുവാനോ അവരുടെ സ്വഭാവത്തെ എടുത്തു കാണിച്ച് നമ്മൾ നല്ലവരാകുവാനോ സാധിക്കത്തില്ല എന്ന് അതിൽ നിന്ന് കർത്താവ് പഠിപ്പിക്കേണ്ടത്. അതുപോലെ കർത്താവ് പഠിപ്പിച്ച ഗിരിപ്രഭാഷണത്തിലൂടെ നമ്മൾ സൗമ്യതയുള്ളവരാകണം, നമ്മൾ താഴ്മയുള്ളവരാകണം, മനസ്സലിവുള്ളവരാകണം, കരുണയുള്ളവരാകണം, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നവരാകണം. ഇങ്ങനെ അനേകം കാര്യങ്ങൾ കർത്താവ് തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചിരിക്കുന്നുണ്ടായി. അപ്പൊ സ്വർഗരാജ്യത്തിലേക്കുള്ള വിളി ഉറപ്പാക്കുവാൻ തക്കവണ്ണം, തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെങ്കിൽ കർത്താവിന്റെ ഈ സ്വഭാവം നമ്മുടെ സ്വന്തമാണ്. കർത്താവിന്റെ സ്വഭാവം അല്ലെ കർത്താവിന് അനുരൂപരായി തീരുമ്പോൾ, അവിടുന്ന് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുമ്പോൾ, അവിടുന്ന് നമ്മളോട് ചേർന്ന് നടക്കുമ്പോൾ, അവിടുന്ന് നമ്മുടെ മുൻപടേ ആയിരിക്കുമ്പോൾ, പിൻപടേ ആയിരിക്കുമ്പോൾ നമുക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ളതായ പ്രവേശനം അധികമായിട്ട് പ്രത്യാശിക്കുവാൻ വകയുണ്ട്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിലെ മാത്രം ചിന്തിച്ച് ഈ ലോകത്തിലെ നേട്ടങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുകയാണെങ്കിൽ സ്വർഗരാജ്യം നമുക്ക് നഷ്ടപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രഭാതത്തിൽ നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിലൂടെ തരുവാൻ തക്കവണ്ണമുള്ള പ്രത്യാശ വചനം ഇതാണ്. നമ്മുടെ വിളി ആരാണ് വിളിച്ചതെന്ന് നന്നായിട്ട് ബോധ്യമുണ്ടായിരിക്കുക. നമ്മെ തെരഞ്ഞെടുക്കാൻ പോകുന്നത് ആരാണെന്ന് നല്ല ബോധ്യമുണ്ടായിരിക്കുക. നാം ഇവിടെ ആയിരിക്കുന്നത് ആരുടെ പേരിലാണെന്ന് നല്ല ബോധ്യമുണ്ടായിരിക്കുക. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കേണ്ടവരാണ്. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ പ്രതിഫലിപ്പിക്കേണ്ടവരാണ്. നാം ജീവിക്കുന്ന ഒരു പത്രമായി തീരണം. എങ്കിൽ മാത്രമേ ക്രിസ്ത്യാനിത്വത്തിന് അർത്ഥവും വ്യാപ്തിയും ഉണ്ടായി സ്വർഗരാജ്യത്തിന്റെ ഓഹരിക്കാരാകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതിനായിട്ട് ഈ ദൈവത്തിന്റെ വചനം പോലെ അനുസരണമുള്ളവരും വിശ്വാസത്തിന്റെ നല്ല അവകാശികളുമായി തീരുവാൻ അബ്രഹാമിനെ പോലെ, അബ്രഹാം വിശ്വസിച്ചത് കൊണ്ടാണ് മകനെ യാഗം കഴിക്കുവാൻ തക്കവണ്ണം മോറിയ മലയിലേക്ക് പോയത്. ആ വിശ്വാസത്തിലൂടെയാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന പേരിന് അർഹനായത്. നാമും അതുപോലെ നല്ല വിശ്വാസത്തിന്റെ, നമ്മെ വിളിച്ച വിശ്വാസം, ആ വിശ്വാസത്തിന്റെ ഒരു പോരാളിയായി, വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ, അനുസരണത്തിൽ തികവുള്ളവരായി തീരുവാൻ, ക്രിസ്തുവിനോടുകൂടെ നടക്കുന്നവരായി തീരുവാൻ, അവിടുത്തെ വഴിയിൽ നിന്നും മാറാതെ സഞ്ചരിക്കുവാനുള്ള കൃപയ്ക്കായി യാചിക്കുന്നവരായി തീരുവാൻ ഈ വചനങ്ങള് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി ഓരോ നിമിഷവും കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ സ്വർഗപിതാവ് നമുക്ക് ധാരാളമായിട്ട് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം അതിനായിട്ട് നമുക്ക് വേർതിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വിശ്വസ്തനും വാക്കുമാറാത്തവനും വേഗം വരുന്നവരുമായ തമ്പുരാനെ സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു പ്രഭാതത്തില് അവിടുന്ന് തന്ന വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ രക്ഷയുടെ ഉറപ്പിനായിട്ട് യത്നിക്കുവാൻ, ഞങ്ങൾ കർത്താവിൽ കൂടുതൽ ശരണപ്പെടുവാൻ, താഴ്മപ്പെടുവാൻ, മനസ്സലിവുള്ളവരായി തീരുവാൻ അടിയങ്ങളെ ഉപദേശിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയെ പോലെയായി അങ്ങയുടെ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ച് മറ്റുള്ളവർക്ക് ആശ്വാസപ്രദരായി ജീവിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് പരിശുദ്ധാത്മാവ് അടിയങ്ങളെ മുദ്രയിട്ട് കാത്തുകൊള്ളണം. എല്ലാ ദോഷങ്ങളിൽ നിന്നും, എല്ലാ പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്നും യേശുവിനോട് കൂടെയുള്ള യാത്ര സുഗമമായി തീരുവാൻ ഞങ്ങളെ സഹായിച്ചൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായും നിരാശയിലും പ്രയാസത്തിലും കഷ്ടതയിലുമായിരിക്കുന്നവരുണ്ട്. അവരുടെ വിശ്വാസം ചോർന്നു പോകാതെ ഇരിപ്പാൻ അവരെ സഹായിക്കണമേ കർത്താവേ.
അങ്ങയുടെ വരവിനെ നോക്കി പാർത്ത് കഴിയുന്ന ഓരോ വ്യക്തികളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുദ്രയിട്ട് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ ദിവസത്തിന്റെ ഓരോ നിമിഷവും അടിയങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇന്ന് അവിടുന്ന് കടന്നു വന്നാലും അവിടുത്തെ വരവിൽ അടിയങ്ങൾക്ക് ഓഹരിക്കാരാകുവാൻ, പങ്കുകാരാകുവാൻ, വിശുദ്ധന്മാരുടെ രാജ്യത്തില് കർത്താവടിയങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന സ്ഥലത്തെത്തുവാൻ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.